നമസ്കാരം. ഈ ദാമ്പത്യ ജീവിതം തകർന്ന പല ആളുകളെയും നമുക്ക് ചുറ്റും കാണാം. അത് സമൂഹത്തിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഒട്ടേറെ പേരെ നമുക്ക് കാണാൻ സാധിക്കും. ചിലർ നിസ്സാര കാര്യങ്ങൾ കൊണ്ട്, നിസ്സാര കാരണങ്ങൾ കൊണ്ട് അടിച്ചു പിരിഞ്ഞ് സെപ്പറേറ്റ് ആയതും, അതുപോലെ തെറ്റുകൾ പൊറുക്കാനാവാതെ, ക്ഷമിക്കാൻ കഴിവില്ലാതെ, ആ ഒരു ക്ഷമാശീലമില്ലാതെ അടിച്ചു പിരിയുന്ന പല ദമ്പതികളെയും നമുക്ക് കാണാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായാൽ അവരൊക്കെ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. സെലിബ്രിറ്റികൾ മാത്രമല്ല, എല്ലാവർക്കും അവരുടേതായ ന്യായങ്ങളുണ്ട്, അവകാശവാദങ്ങളുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ എപ്പോഴും അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവർ പറയില്ല, അവരതിനെ ന്യായീകരിക്കുകയേ ചെയ്യത്തുള്ളൂ. പക്ഷേ അവരെപ്പോഴും പറയുന്നത് ഭർത്താക്കന്മാരെക്കുറിച്ചാണ്. അവരിലാണ് തെറ്റുകളും കുറ്റങ്ങളും കണ്ടെത്തി അത് സ്ഥാനത്തും അസ്ഥാനത്തുമൊക്കെ അത് പെരുപ്പിച്ച് പറയാനും കാണിക്കാനുമൊക്കെ ശ്രമിക്കും. നമുക്കറിയാം, രണ്ട് സെലിബ്രിറ്റികളെ നമ്മളൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. ഒന്ന് മഞ്ജു വാര്യർ, രണ്ടാമത് നവ്യ നായർ. ഇവരെ രണ്ടുപേരെയും കുറിച്ച് ഒരുപാട് ഗോസിപ്പുകളും ഒരുപാട് കഥകളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ പല അഭിമുഖങ്ങളും രണ്ടുപേരുടെയും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ മഞ്ജു വാര്യർ എന്ന നടി അവരൊരിക്കലും ഒരു അവകാശവാദങ്ങളും ഒരു മാധ്യമങ്ങളുടെ മുന്നിലും അഴിച്ചുവിട്ടിട്ടില്ല. അതേസമയം നവ്യ നായരോ നേരെ തിരിച്ചു. ദാമ്പത്യം തകർന്നതിനെക്കുറിച്ചുള്ള നവ്യയുടെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്ത സമയത്തുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മഞ്ജു വാര്യരെയൊക്കെ പൂവിട്ട് പൂജിക്കാൻ തോന്നും. അത് കാണുന്നവർക്കൊക്കെ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാരണം അതുപോലാണ് മഞ്ജു വാര്യരുടെ കഥകളും അതുപോലെ നവ്യ നായരുടെ കഥകളുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത്. വിവാഹബന്ധം വേർപെടുത്തിയ ഒരു സ്ത്രീ എങ്ങനെ ആകണം എന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് മഞ്ജു വാര്യർ. എങ്ങനെ ആകരുത് എന്നത് അതിനൊരു ഉദാഹരണമാണ് നവ്യ നായർ. കഴിഞ്ഞ ദിവസം നവ്യയുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. വിവാഹ ജീവിതം, തൻ്റെ കരിയർ എങ്ങനെ തകർത്തു എന്നതിനെക്കുറിച്ച് അവർ വാചാലയാകുന്നുണ്ട്. അതിൽ മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ പോലും തനിക്ക് നിഷേധിക്കപ്പെട്ടു എന്നാണ് അവർ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ആ വീഡിയോയിൽ പറയുന്നത്. എന്നാൽ ഇതേ നവ്യ നായർ തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുള്ളത്, വിവാഹം കഴിഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ഭർത്താവാണ്, തൻ്റെ ആഗ്രഹങ്ങൾ അംഗീകരിച്ച് തനിക്ക് അഭിനയിക്കാൻ അനുവാദം തന്നത് ഓർത്ത് താൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ ഗീർവാണമടിച്ച വീഡിയോ സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഒരു സമയത്ത് ശരിയെന്ന് തോന്നിയ അതേ കാര്യം തന്നെ വർഷങ്ങൾക്കിപ്പുറം തെറ്റായി തോന്നുന്നുവെങ്കിൽ അത് ആരുടെ കുറ്റമാണ്? നവ്യയുടെ മാത്രം കുറ്റമാണ്. ഒരു കാലത്ത് ഭർത്താവിൻ്റെ തീരുമാനങ്ങൾ ഓർത്ത് അതിശയിച്ചു പോയ നവ്യയ്ക്ക് ഇന്നത് മനുഷ്യത്വരഹിതമായി തോന്നുന്നുവെങ്കിൽ അതും നവ്യയുടെ പ്രശ്നമല്ലേ? ഭർത്താവിൻ്റെ പ്രശ്നമാണോ? നിങ്ങൾക്ക് ശരിയെന്ന് തോന്നി നിങ്ങളെടുത്ത തീരുമാനം അത് മോശമായി പോയെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. അതിന് മറ്റൊരാളെ പഴിയാറേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് സംഭവിച്ചെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങൾക്ക് മാത്രമാണ്. അല്ലാതെ
അത് ഭർത്താവിൻ്റെ മേലിലോ അല്ലെങ്കിൽ മറ്റൊരാളുടെ മേലിലോ പഴി ചേരേണ്ട കാര്യമില്ല. വിവാഹത്തിന് മുൻപ് നവ്യ ആവശ്യപ്പെട്ടതെല്ലാം അവരുടെ ഭർത്താവ് ചെയ്തു കൊടുത്തു എന്ന് നവ്യ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിലെവിടെയാണ് അയാൾ കുറ്റക്കാരനാകുന്നത്? നിങ്ങളെ പഴയതുപോലെ ഓടി നടന്ന് അഭിനയിക്കാൻ വിടുന്നതിൽ അയാൾക്ക് ഇന്ന് ബുദ്ധിമുട്ടുണ്ടാകാം. അതേതൊരു ഭർത്താവിനും അങ്ങനെയായിരിക്കും. കുടുംബമാകുമ്പോൾ ഉത്തരവാദിത്തങ്ങളുണ്ടാകും. അവിടെ നിന്നൊന്നും ഒളിച്ചോടാൻ പറ്റില്ല. സിനിമയുടെ പ്രൊമോഷന് വന്നിരുന്ന തൻ്റെ കുറ്റങ്ങളും താൻ കാണിച്ച അബദ്ധങ്ങളുമെല്ലാം മറ്റുള്ളവരുടെ തലയിൽ ചാരി ഇരവാദം ഇറക്കി റീച്ചുണ്ടാക്കാൻ നോക്കുന്നത് കാണുമ്പോൾ നവ്യയോട് സഹതാപം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കാണുമ്പോഴാണ് മഞ്ജു വാര്യരെ ഓർത്ത് അഭിമാനം തോന്നുന്നത്. ആരെയും പഴി പറഞ്ഞില്ല, പരസ്പരം ചെളി വാരി എറിഞ്ഞില്ല. തനിക്ക് പറ്റില്ലെന്ന് തോന്നിയ നിമിഷം അവരവിടുന്ന് ഇറങ്ങിപ്പോന്നു. വിവാഹ ജീവിതം അഡ്ജസ്റ്റ്മെൻറ്റുകൾ നിറഞ്ഞതാണ്. പരസ്പരം സംസാരിച്ച് നിലപാടുകളും ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയിച്ച് മാത്രം ഇറങ്ങിത്തിരിക്കേണ്ട കാര്യമാണ്. അല്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉദ്ദേശിച്ചത് അതല്ല ഇതല്ല എന്ന് പറയുകയല്ല വേണ്ടത്. വിവാഹ ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റുകളും വിട്ടുവീഴ്ചകളുമൊക്കെ വേണം. എങ്കിലേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ.